പാലക്കാട് MLA-ക്കെതിരെ ഒരു ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ പാലക്കാട് MLA-ക്കെതിരെ ഒരു പരാതി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് എടുത്ത ഒരു നിലപാടുണ്ട്. കേരളത്തിലെ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കും എടുക്കാൻ കഴിയാത്ത ഒരു നിലപാട്. പാലക്കാട് MLA-ആയ വ്യക്തിക്കെതിരെ ഒരു സ്വകാര്യ ചാനൽ ഒരു ശബ്ദ സംഭാഷണം 3 മാസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടു. ഒരു വാട്സപ്പ് ചാറ്റും. ആ വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ട് 24 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പാലക്കാട് MLA-യെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്നും മാറ്റി നിർത്തി കോൺഗ്രസ്. പിന്നീട് ആ ചാനൽ വീണ്ടും ഒരു ശബ്ദ സന്ദേശം പുറത്തുവിട്ടു. ആ ശബ്ദ സന്ദേശം പുറത്തുവിട്ട 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് പാലക്കാട് MLA-യെ കോൺഗ്രസിൽ നിന്നും പാർട്ടി സസ്പെൻഡ് ചെയ്തു. പാർലമെന്ററി പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തി ഇവിടേക്ക് വരണ്ട എന്ന് പറഞ്ഞു. നിലപാടെടുത്തു. ആ നിലപാട് പൊതുജനങ്ങൾക്ക് മുമ്പിൽ തുറന്നു പറഞ്ഞ രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല, പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ സണ്ണി ജോസഫ്, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും പ്രവർത്തക സമിതി അംഗവുമായ K മുരളീധരൻ, മുൻ KPCC അധ്യക്ഷൻ VM സുധീരൻ, കോൺഗ്രസിലെ വനിതാ നേതാക്കന്മാർ, മഹിളാ MLA തുടങ്ങിയവരെല്ലാം കൃത്യമായ നിലപാട് സ്വീകരിച്ചു. അതിനുശേഷം വീണ്ടും കഴിഞ്ഞ 2-3 ദിവസമായി ഈ വാർത്ത അന്തരീക്ഷത്തിൽ അലയടിക്കുകയാണ്. ഈ വാർത്ത അന്തരീക്ഷത്തിൽ അലയടിക്കുമ്പോഴും കോൺഗ്രസ് നേതാക്കന്മാരോട് മാധ്യമങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യവും വ്യക്തവും സുതാര്യവുമായ ഉത്തരം നൽകാൻ കഴിയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കോൺഗ്രസ് എല്ലാ ചോദ്യങ്ങൾക്കും കോൺഗ്രസ് നേതാക്കന്മാർ ഉത്തരം പറയുകയാണ്. വിഷയം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ആ സാഹചര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ കോൺഗ്രസ് നേതാക്കന്മാർ അതിന് കൃത്യമായ വ്യക്തമായ ഉത്തരം പറഞ്ഞു. അത്തരത്തിൽ ഉത്തരം പറഞ്ഞ ഒരു രാഷ്ട്രീയ പാർട്ടിയെയാണ് എതിരാളികൾ അങ്ങില്ലാതാക്കി കളയാമെന്ന് കരുതുന്നത്. നമുക്ക് ഏതാനും ചില ഉദാഹരണങ്ങൾ മാത്രം എടുത്ത് പരിശോധിക്കാം. ഒരു വലിയ ഷീറ്റ് തന്നെ എടുത്ത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷേ പ്രേക്ഷകരെ മടുപ്പിക്കാതിരിക്കാൻ ചില ഉദാഹരണങ്ങൾ മാത്രം ഞാൻ പറയുകയാണ്. BJP-യുടെ സംസ്ഥാന നേതാവ് പാലക്കാട്ട് പാൽ സൊസൈറ്റി തെരഞ്ഞെടുപ്പ് മുതൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരെ മത്സരിക്കുന്ന കൃഷ്ണകുമാറിനെതിരെ ഭാര്യ സഹോദരി നൽകിയ പരാതിയുമായി ബന്ധപ്പെട്ട എന്ത് നടപടി BJP നേതൃത്വം സ്വീകരിച്ചു? ചോദ്യം നമ്പർ 1. CPM-ന്റെ സമുന്നതരായ നേതാവ് P ശശി ഇന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയാണ്. ശശിക്കെതിരെ കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ഒരു MLA-യുടെ മകൾ നൽകിയ പരാതിയിൽ എന്ത് നിലപാട് CPM സ്വീകരിച്ചു? ചോദ്യം നമ്പർ 2. KTDC-യുടെ നിലവിലെ ചെയർമാൻ മുൻ ഷൊർണൂർ MLA PK ശശിക്കെതിരെ പാർട്ടിയിലെ ഒരു വനിതാ DYFI-കാരി നൽകിയ പരാതിയിൽ എന്ത് നിലപാട് സ്വീകരിച്ചു? ഇത്തരത്തിൽ ഒരു നിലപാടും CPM-ഉം BJP-യും സ്വീകരിച്ചില്ല എന്ന് മാത്രമല്ല, ഇരയെ അപമാനിക്കുകയും വേട്ടക്കാരനെ സംരക്ഷിക്കുകയും ചെയ്ത നിലപാട് സ്വീകരിച്ച രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാണ് ഇന്ന് കോൺഗ്രസിനെ എതിർക്കുന്നത്. അവിടെയാണ് കോൺഗ്രസിന്റെ ആത്മധൈര്യം അല്ലെങ്കിൽ കോൺഗ്രസിന്റെ നിലപാട് ജനങ്ങൾ കാണുന്നത്. ഔദ്യോഗികമായ പാർട്ടിക്ക് പരാതി ലഭിക്കുന്നതിന് മുമ്പ് ദൃശ്യമാധ്യമങ്ങളിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ പാർട്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനെതിരെ നടപടി സ്വീകരിച്ചു. പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മറ്റേത് രാഷ്ട്രീയ പാർട്ടിക്ക് ഇത്തരം ഒരു നടപടി സ്വീകരിക്കാൻ കഴിയും? നിലപാടെടുക്കാൻ കഴിയും? മറുപടി പറയണം. കേരളത്തിലെ ചില മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച്, എല്ലാ മാധ്യമ പ്രവർത്തകരുമല്ല, അടിവരയിട്ട് പറയുന്നു, നേരത്തെ SFI നേതാക്കന്മാരായിരുന്ന SFI ഭാരവാഹികളായിരുന്ന മാധ്യമ പ്രവർത്തകരെ കൂട്ടുപിടിച്ച കള്ളക്കഥ മെനയുമ്പോൾ ആ കഥയ്ക്കനുസരിച്ച തുള്ളാനുള്ള ഉപകരണമല്ല കോൺഗ്രസ്. പക്ഷേ വാർത്തയിൽ കഴമ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞാൽ ശക്തിയുക്തം നടപടി സ്വീകരിക്കുന്നതാണ് കോൺഗ്രസിന്റെ പാരമ്പര്യം. ആ നടപടി ഇവിടെയും സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ സമൂഹ മാധ്യമങ്ങളിൽ ഇരയെ അപമാനിക്കുന്ന നിലപാടിനോടൊന്നും കോൺഗ്രസ് പാർട്ടിക്ക് യോജിപ്പില്ല. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ കൃത്യമായ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. അത് തന്നെയാണ് പാർട്ടിയുടെ നിലപാട്. കോൺഗ്രസിന്റെ പേരിട്ട് സൈബറിടങ്ങളിൽ വന്ന് പറയുന്ന ആളുകൾ മുഴുവൻ കോൺഗ്രസുകാരല്ലെന്ന് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. രമേശ് ചെന്നിത്തലയ്ക്കെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. K മുരളീധരനും VM സുധീരനുമെതിരെ സൈബർ ആക്രമണം നടന്നിട്ടുണ്ട്. ഇതൊന്നും കോൺഗ്രസുകാരാണെന്ന് കോൺഗ്രസ് പാർട്ടി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തരം സൈബർ ആക്രമണം നടത്തുന്ന ആളുകളെയും കോൺഗ്രസ് പാർട്ടി സംരക്ഷിക്കാത്തത്. എന്തായാലും കൃത്യമായ നിലപാട്, വ്യക്തമായ നിലപാട് കൈക്കൊണ്ട കോൺഗ്രസിനെ രാഷ്ട്രീയ സദാചാരവും രാഷ്ട്രീയ ധാർമ്മികതയും പഠിപ്പിക്കാൻ ആരും തന്നെ വളർന്നിട്ടില്ല എന്ന് തന്നെയാണ് പൊതുജനം പറയുന്നത്.